നന്ദയുടെ ചെരുപ്പ് ബൈക്കിനടിയിൽ സ്റ്റക്കായിട്ട് നന്ദയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പാട്ട്. അപ്പോൾ ഇപ്പോൾ നന്ദയ്ക്ക് ഒത്തിരി ദേഷ്യം വന്നിരിക്കുമായിരുന്നു. അയാൾ അടുത്തെത്തിയ ഉടനെ നന്ദ അവളുടെ ദേഷ്യം തുറന്നു വിട്ടു. അത്രയും നേരം നന്ദയെ വഴക്ക് പറഞ്ഞ് അയാൾ ഒരു നിമിഷം മൗനം പാലിച്ചു. നന്ദ പറഞ്ഞ വഴക്ക് അത്രയും ഒന്നും തിരിച്ചു പറയാതെ കേട്ടു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നന്ദ റിയലൈസ് ചെയ്തത് താൻ എന്തൊക്കെയായി പറയുന്നതെന്ന്. പെട്ടെന്ന് അവൾ നിർത്തി. കഴിഞ്ഞു? അയാൾ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. എന്നാലും പെൺകുട്ടികൾ ഇത്രയും ചീത്ത വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, അയാൾ പറഞ്ഞു. സോറി, ഞാൻ വന്നപ്പോൾ ചെരുപ്പെടുക്കാൻ പറ്റാത്തപ്പോൾ ദേഷ്യം വന്നു. അപ്പോഴാ താൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് വരുന്നത് കേട്ടത്. സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയതാ. എന്നാലും ക്ഷേത്രവളപ്പിലാണെന്ന് ഓർക്കായിരുന്നു എന്ന് അയാൾ പറഞ്ഞു. അത് പിന്നെ ആരോടും പറയല്ലേ, നന്ദ റിക്വസ്റ്റ് ചെയ്തു. ശരി, ഏതായാലും വണ്ടി മാറ്റിത്തരാം, ചെരുപ്പെടുത്തോളൂ. അയാൾ വണ്ടി മാറ്റി. നന്ദ ചെരുപ്പ് കാലിലിട്ടു. അതെ, അമ്മ പറഞ്ഞു വിട്ട വഴിപാടായിരുന്നു. വന്നപ്പോഴേക്കും വൈകി. അതാ ഞാൻ വേഗം ബൈക്ക് പാർക്ക് ചെയ്ത് ഓടിപ്പോയത്. തിടുക്കത്തിൽ പോയപ്പോൾ ബൈക്കിൻ്റെ അടിയിൽ ചെരുപ്പുള്ളത് ശ്രദ്ധിച്ചില്ല. സോറി കേട്ടോ. സാരമില്ല, നന്ദ പറഞ്ഞു. ഞാൻ ദേവൻ, അയാൾ സ്വയം പരിചയപ്പെടുത്തി. നന്ദ അവളും പരിചയപ്പെടുത്തി. എന്നാൽ ശരി, പോകുന്നു എന്ന് പറഞ്ഞ് നന്ദ നടന്നു. നന്ദ അമ്മുവിനൊപ്പം നടന്നു. ദേവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ദേവൻ നന്ദയെ ഒന്ന് നോക്കി. അവളൊന്ന് തിരിഞ്ഞു നോക്കുമോ എന്നവൻ ചിന്തിച്ചു. കുറച്ചു നേരം അവൻ അങ്ങനെ നോക്കി നിന്നു. നന്ദ അമ്മുവിനൊപ്പം നടക്കുകയായിരുന്നു. നന്ദ തിരിഞ്ഞു നോക്കുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിൻ്റെ ബാക്കി പാർട്ടിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്